27 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോൾ റിലീസ് ചെയ്യുമ്പം ഏറ്റവും കൂടുതൽ ഇതിൽ ഓർമ്മ എന്താണ്? അന്നത്തെ ഷൂട്ടിങ്ങിലുണ്ടായിരുന്ന ഒരു മറക്കാൻ പറ്റാത്തൊരു ഓർമ്മ എന്താണെന്ന്? ആ ഷൂട്ടിംഗ് ദിവസങ്ങൾ തന്നെയാണ്. ഞാനിപ്പോൾ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ ഒരു വെക്കേഷൻ ആസ്വദിക്കാൻ പോയിട്ട് എല്ലാവരുടെയും കൂടെ രാവിലെ ലൊക്കേഷനിൽ പോയി കളിയും ചിരിയും ഒക്കെ ആയിരുന്നു എൻ്റെ പ്രധാനപ്പെട്ട ഒരു ആകർഷണം അതിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത്. അല്ലാതെ കഥാപാത്രത്തിനെ കുറിച്ച് ആഴത്തിൽ ആലോചിക്കുകയോ ചിന്തിക്കുകയോ എങ്ങനെ ചെയ്യും എന്നൊന്നും ആലോചിച്ച് എനിക്ക് ടെൻഷൻ അടിക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ഇവരുടെയൊക്കെ കൂടെ ഇരുന്നുള്ള ചിരി കളി തമാശകളും ജയറാമേട്ടനും മണിയേട്ടനും ഒക്കെ പറയുന്ന തമാശ കഥകൾ കേൾക്കാനും അതൊക്കെയാണ് എൻ്റെ ഓർമ്മകൾ എന്ന് പറയാൻ. അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എന്താണ്? ആ ഒരു ഷൂട്ടിങ്ങിൽ നിന്നും ഇപ്പം നിൽക്കുന്ന ഒരു മീൻസ് ആൾക്കാരെ ആരെയൊക്കെയാണ് മിസ് ചെയ്യുന്നത്? തീർച്ചയായിട്ടും അത് മണിയേട്ടൻ ഉണ്ട്, സുകുമാരിയമ്മ നമ്മുടെ കൂടെ ഇല്ല, മയൂരി അന്ന് നമ്മുടെ കസിൻസിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന മയൂരി ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. അപ്പോൾ ഇപ്പം ആലോചിക്കുമ്പോൾ അവരൊക്കെയാണ് നമ്മുടെ ഇടയിൽ ഇല്ലാത്തത്. ബാക്കിയുള്ളവരെയൊക്കെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും കാണുകയും കമ്മ്യൂണിക്കേറ്റും ചെയ്യാമല്ലോ. ഇതിന്റെ ഷൂട്ടിങ്ങിനിടയിൽ ഈ മണിച്ചേട്ടനും ജയറാമേട്ടനും ഓൾവേസ് ഫണ്ണാണ്, നമുക്കറിയാം. അതില് ഈ മഞ്ജു ചേച്ചിയൊക്കെ അതിൽ ഇൻവോൾവ് ആയിട്ട് ചിരിച്ചിട്ട് ഈ ഷൂട്ടിന്റെ ഇടയിൽ ചിരി നിർത്താൻ പറ്റാതെ സാറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ഇല്ല, ഇത് ഈ ഷൂട്ടിങ് നടക്കുന്ന സമയത്ത് തമാശകളൊന്നും പറയില്ല. അപ്പോൾ എല്ലാവരും സീരിയസ് ആവും, ബാക്ക് ടു വർക്കാണ്. ബാക്കിയുള്ള ഇടവേളകളിലാണ് ഷൂട്ടിങ്ങിൻ്റെ ഇടയ്ക്കുള്ള. അന്നൊന്നും ഇന്നത്തെ കാലത്തെ പോലെ എല്ലാവരും ഷോട്ട് കഴിഞ്ഞാൽ കാരവനിലേക്ക് പോയി മാറിയിരിക്കത്തില്ല. നമ്മളെല്ലാവരും മൊബൈലില്ല. അപ്പോൾ എല്ലാവരും നമ്മൾ ഒരുമിച്ചിരുന്നിട്ടാണ് ഓരോ ഷോട്ടിൻ്റെ ഇടവേളയിൽ. ഞാനും ക്യാമറമാനൊക്കെ ആയിരിക്കും കുറച്ച് തിരക്കിലുണ്ടാവുക. ബാക്കി ഇവരെല്ലാം വളരെ നല്ല രീതിയിൽ അതിനെ തമാശകൾ പറഞ്ഞ്, പ്രത്യേകിച്ചും മണിയും ജയറാമൊക്കെ ഉള്ളൊരു സെറ്റിൽ എപ്പോഴും അങ്ങനെ തന്നെയാണ്. എനിക്ക് ഓർമ്മ വരുന്നത് അവിടെ മറവത്തൂർ കനവിൻ്റെ ഒരു സക്സസ് സെലിബ്രേഷൻ അവിടെ നടന്നിരുന്നു. അപ്പോൾ അന്ന് രാത്രിയിൽ നടക്കുന്ന ഫംഗ്ഷനിൽ ജയറാമും മണിയും കൂടെ ഒരു പ്രാങ്ക് പ്ലാൻ ചെയ്തു. അവരത് ഭയങ്കര വഴക്കിടുന്നതായിട്ടും അവസാനം അവർ അടിയുടെ വക്കത്തെത്തുന്നതിനെപ്പറ്റിക്ക് പെൺകുട്ടികളെല്ലാം പേടിച്ച്, ഓർമ്മയുണ്ട്, ഇവരെല്ലാം പേടിച്ച് കരയാൻ തുടങ്ങി. കാരണം അവർ തമ്മിൽ ഇപ്പോൾ അടിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അത്ര സീരിയസ് ആയിട്ട് അവരൊരു ആക്ട് ചെയ്തു ആ പ്രാങ്ക്. അവസാനമാണ് എല്ലാവരും തിരിച്ച് വീട്ടിൽ പോകാം, റൂമിലൊക്കെ പോകാമെന്നൊക്കെ പെൺകുട്ടികളുടെ അമ്മമാരൊക്കെ പറയാൻ തുടങ്ങിയപ്പോഴത്തേക്കാണ് അത് ബ്രേക്ക് ചെയ്തത്. അങ്ങനെ ഒരുപാട് പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു എന്താണ് എല്ലാവരും പറയുന്ന ഒരു ഫാമിലി വെക്കേഷനാണ്. സിയാദിൻ്റെ ഫാമിലി, എൻ്റെ ഫാമിലി, അങ്ങനെ എല്ലാവരും അവിടെ ഉണ്ട്. ഈ കുട്ടികളോടൊപ്പം തന്നെ അവരെല്ലാം കളിച്ച് നടന്ന് ആഘോഷിച്ചൊരു ഞാനൊരിക്കലും ഒരു സിനിമ ഷൂട്ട് ചെയ്യുകയാണെന്നുള്ളൊരു സ്ട്രെസ് എനിക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് ഒരു റിലാക്സ്ഡ് ആയിട്ട് ചെയ്ത സിനിമയാണ്. ആ ഒരു റിലാക്സേഷൻ അല്ലെങ്കിൽ ആ ഒരു എൻജോയ്മെൻറ്റ് ഈ സിനിമയിൽ നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എൻ്റെ വിഷ്വൽസിനകത്ത്, എൻ്റെ പാട്ടുകൾ ചിത്രീകരിക്കുന്നതിനകത്തൊക്കെയും നമ്മളെ ആ ഒരു നമ്മളുടെ ആംബിയൻസ് നമ്മളെ വല്ലാതെ എപ്പോഴും ഹെൽപ്പ് ചെയ്യും. ഒട്ടും ടെൻഷനായിട്ടില്ല. ഞാൻ ചെയ്ത മറ്റു സിനിമകളെ പോലെ ഒരു ഭയങ്കര പിരിമുറുക്കമുള്ള സീനുകളൊന്നും കൂടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ വളരെ എൻജോയ് ചെയ്താണ് എൻ്റെ ആ ഡയറക്ടർ ബോബനായാലും കോസ്റ്റ്യൂമർ സതീഷിനായാലൊക്കെ അവരുടെയൊക്കെയും വലിയ കോൺട്രിബ്യൂഷൻ ഉണ്ട്. അതിനോടൊപ്പം തന്നെയാണ് ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ ഉള്ളത് നമ്മളുടെ ക്യാമറാമാനാണ് സഞ്ജീവ് ശങ്കർ. ഇന്നും ഈ റീമാസ്റ്റേർഡ് കോപ്പി കാണുമ്പോൾ അന്നത്തെ ആ ക്വാളിറ്റി അതിൻ്റെ ഏറ്റവും പൂർണ്ണതയിൽ നമുക്ക് വീണ്ടും ആസ്വദിക്കാൻ തിയേറ്ററിൽ കഴിയും. ഇത് പാക്കപ്പ് ആയതിനു ശേഷം എത്ര ദിവസം മഞ്ജു ചേച്ചിക്ക് ഹാങ് ഓവർ ഉണ്ടായിരുന്നു? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് ഓർമ്മയില്ല. പക്ഷെ എന്നാലും ഭയങ്കര അത് ഇപ്പോഴും ഉണ്ട്. എൻ്റെ ഒരു ഹാങ് ഓവർ എന്ന് പറയാൻ ശരിക്കും ആ ഷൂട്ടിങ്ങിൻ്റെ ഓർമ്മകളും ഒക്കെ ഇപ്പോഴും ഉണ്ട്. അപ്പം അതിനർത്ഥം ഇപ്പോഴും ഹാങ് ഓവർ മാറിയിട്ടില്ല എന്ന് തന്നെയാണ്. അപ്പോൾ നല്ല ഓർമ്മകൾ തന്നെയാണ്. അതിൻ്റെ ഒരു ടെൻഷനും ഞാൻ ഏറ്റെടുത്തിട്ടില്ല. അതിനുള്ളൊരു തിരിച്ചറിവൊന്നും എനിക്ക് ഇല്ലായിരുന്നു സത്യത്തിൽ. അതിന് എനിക്ക് പൂർണ്ണമായിട്ടും സിബി സാറിനോടും രഞ്ജേട്ടനോടുമാണ് നന്ദി പറയാനുള്ളത്. അത് അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇതിൽ അഭിരാമിയുടെ ക്യാരക്ടർ ഇപ്പം ശരിക്കും ഈ സിനിമയെക്കുറിച്ച് ആലോചിക്കുമ്പോഴും ഈ സിനിമ കാണുമ്പോഴും ഒക്കെ അഭിരാമിക്ക് മാത്രമല്ല എല്ലാ ക്യാരക്ടേഴ്സിനും അവരവരുടേതായിട്ടുള്ള ഭയങ്കര ലേയേഴ്സ് ഉണ്ട്. അത് ഇതിൽ ഇപ്പം അഭിരാമിയും ആമയും നിരഞ്ജനും തമ്മിലുള്ള ഒരു വല്ലാത്തൊരു ഒന്നിനും ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പ്രണയം, ആഴത്തിലുള്ള ഒരു പ്രണയമുണ്ട്. അതേപോലെ അഭിരാമിയും ഡെന്നിസും തമ്മിലുള്ള ഒരു വളരെ അൺകൺവെൻഷണൽ ആയിട്ടുള്ള ഒരു സൗഹൃദമുണ്ട്. രവിശങ്കറും ഡെന്നിസും തമ്മിലുള്ള സൗഹൃദമുണ്ട്. അപ്പം അങ്ങനെ പല
ക്യാരക്ടേഴ്സ് തമ്മിലും ഓരോ ക്യാരക്ടേഴ്സിൻ്റെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ട്രാക്ക് എടുത്ത് നോക്കിയാലും എന്താ പറയുക, ഒരു വാക്കിലൊന്നും ഒതുക്കാൻ പറ്റാതെ അത്രയും ലേയേഴ്സ് ഉണ്ട് ഈ സിനിമയ്ക്ക്. അപ്പം അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കഥാപാത്രം എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചതിന് സിബി സാറിൻ്റെയും രഞ്ജേട്ടൻ്റെയും ഒരു കൺവിക്ഷൻ തന്നെയാണ് എനിക്ക് നന്ദി പറയാനുള്ളത്. അത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത്, അത് നിങ്ങൾ എന്താണോ സ്ക്രീനിൽ കാണുന്നത്, അത് സിബി സാറിനും രഞ്ജേട്ടനും മാത്രം അവകാശപ്പെട്ട ക്രെഡിറ്റ് ആണ്. എന്തുകൊണ്ടോ എല്ലാം കൊണ്ടും വളരെ എല്ലാ ചേരുവകളും ഒത്ത് വളരെ മനോഹരമായിട്ടുള്ള ഒരു സിനിമയും കൂടിയായി, അത് കമേഴ്ഷ്യലിയും വലിയ സക്സസ് ആയി എന്നുള്ളത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. അല്ലാതെ എനിക്കൊന്നും ഈ കഥാപാത്രത്തിൻ്റെ ഞാൻ അറിഞ്ഞഭിനയിച്ചു എന്നൊന്നും എനിക്ക് പറയാൻ കഴിയില്ല ഈ സിനിമയെ കുറിച്ച്. കുതിരപ്പുറത്തുനിന്ന് വീണു, വീഴാൻ പറഞ്ഞു, വീണു. അന്ന് വീണു, കയ്യൊക്കെ മുറിഞ്ഞു തോന്നല്ലേ. അതിന് തൊട്ട് മുമ്പാണ് ദയ എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ ഒരു ഷെഡ്യൂളോ അതോ അതിനു വേണ്ടി കുതിരയോട്ടം പഠിക്കുക അങ്ങനെ എന്തോ ചെയ്തിട്ടുണ്ട് ഞാൻ. അത് കൃത്യം എനിക്ക് ഓർമ്മയില്ല. പക്ഷെ അത് കാരണം ആദ്യമായിട്ട് കുതിരപ്പുറത്ത് കയറുന്നൊരു പേടിയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ കുതിര ഇങ്ങനെ ഫ്രണ്ടിലെ കാല് പൊക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ബാക്കിലേക്ക് വീഴും. അപ്പൊ അന്ന് സേഫ്റ്റി ഒന്നും നോക്കിയില്ല, കുറച്ച് പുല്ലെന്തോ ഇട്ടിരുന്നു തോന്നുന്നു. അതുപോലും ആലോചിച്ചില്ലായിരുന്നു. അത് ചാടാൻ പറഞ്ഞു ചാടി, വീഴാൻ പറഞ്ഞു വീണു. അന്ന് അറിവില്ലായിരുന്നു എന്ന് വേണം പറയാൻ. ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ശരിക്കും അതിനെന്താ സേഫ്റ്റി എന്നുള്ളതെങ്കിലും ഞാനൊന്ന് നോക്കുമായിരുന്നു. അതൊന്നും അന്ന് ചിന്തിച്ചില്ല. അമിതാവേശം. സിബി സാർ, ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റ്സ് സാർ. താങ്ക് യു. 27 വർഷം കഴിഞ്ഞപ്പോൾ റീ റിലീസിന് വരുവാണ്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇപ്പം അത്രയും ഫൺ മോഡ് ഇപ്പോൾ ഒരു മൂവിയായിരുന്നു സമൻപറിലെയും, അവസാനം വന്നപ്പോഴത്തേക്കും നമുക്ക് അത്രയും വേദനിപ്പിച്ചൊരു ക്യാരക്ടറാണ് നിരഞ്ജൻ. അപ്പം ലാലേട്ടൻ ഇതിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്യാരക്ടർ എങ്ങനെയാണ് ഫോം ആയത്, അല്ലെ അതിൻ്റെ ഒരു തന്തു എന്തായിരുന്നു? ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് ഇത് തമിഴിലേക്ക് തുടങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തമിഴിൽ അതിൻ്റെ സ്ക്രിപ്റ്റ് ഒരുമാതിരി രൂപപ്പെട്ട് വരുന്നുണ്ടായിരുന്നുള്ളൂ. മലയാളത്തിലേക്ക് വന്നപ്പോൾ രഞ്ജിത്ത് തന്നെയാണ്. തമിഴിൽ ക്രേസി മോഹൻ എന്ന് പറയുന്ന ഒരു അവിടുത്തെ റൈറ്റർ ഡയറക്ടറാണ് അതിൻ്റെ ഡയലോഗ്സ് ഒക്കെ എഴുതുന്നത്. ജോൺ പോൾ ആയിരുന്നു അതിൻ്റെ സ്ക്രീൻ പ്ലേ ചെയ്തത്. മലയാളത്തിലേക്ക് വന്നപ്പോൾ സിയാദ് ഇൻസിസ്റ്റ് ചെയ്തു രഞ്ജിത്ത് തന്നെ ഇത് എഴുതണമെന്നുള്ളത്. കാരണം രഞ്ജിത്തിന് മനസ്സിലാണ് കഥ പൂർണ്ണമായിട്ടുള്ളത്. രഞ്ജിത്ത് ഷൂട്ടിംഗ് ലൊക്കേഷനിലെത്തി ആണ് ഇത് എഴുതി തുടങ്ങിയത്. അപ്പോൾ ആദ്യത്തെ 2-3 ദിവസം നമ്മൾ പാട്ട് മാത്രമാണ് ഷൂട്ട് ചെയ്തത്. കാരണം സ്ക്രിപ്റ്റ് റെഡിയായി വരാൻ വേണ്ടിയിട്ട് എന്താണ് മാരിവില്യൻ പാട്ടൊക്കെയാണ് ആദ്യം എടുത്തത്. അപ്പോൾ എഴുതി ഒരു ഘട്ടം കഴിയുമ്പോഴാണ് രഞ്ജിത്ത് ഒരു സംബന്ധിച്ചൊരു പുതിയ ക്യാരക്ടർ വന്നിട്ടുണ്ട്, അതിങ്ങനെ ക്ലൈമാക്സിൽ വരണം, ഈ 2 പേരിലും മുകളിൽ നിൽക്കുന്ന ഒരു ആക്ടർ അത് ചെയ്യണം. കാരണം ഇവരെക്കാളും കുറച്ചും കൂടെ എന്താണ് ഒരു പോപ്പുലാരിറ്റിയോ അല്ലെങ്കിൽ ഒരു സ്റ്റാർ എന്ന നിലയിൽ വരുന്ന ഒരാൾ വേണം എന്നൊക്കെ പറയുന്നൊരു മഞ്ജു. ഈ 2 പേരെക്കാളും മുകളിൽ ഒരാളെ ഈ മാമി സ്നേഹിക്കുന്നുവെങ്കിൽ അത് അയാൾക്ക് ആ രീതിയിലുള്ള സ്റ്റാച്ചർ ഉണ്ടാവണമെന്നുണ്ട്. അങ്ങനെ പല പേരുകൾ ആലോചിച്ചു. രഞ്ജനീകാന്ത് തുടങ്ങി, കമലഹാസൻ തുടങ്ങി ആലോചിച്ചു. പക്ഷേ എല്ലാവരും പറയുന്നത് നമ്മുടെ സ്വർണം വീട്ടിൽ വെച്ചിട്ട് എന്തിന് എന്ന് പറയുന്ന പോലെ ലാല് ഇവിടെ ഉള്ളപ്പോൾ എന്തിനാണ് വേറെ ആളെ അന്വേഷിക്കാതായി. അപ്പോൾ ലാലിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഈ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ലാലിനെ, ആ സമയത്ത് ലാല് ബാംഗ്ലൂരിൽ ഒരു മാസത്തെ ഒരു സുഖചികിത്സയൊക്കെ ആയിട്ടിരിക്കുകയായിരുന്നു. ഞാനും രഞ്ജിത്തും അവിടെ നേരിട്ട് പോയി ലാലിനടുത്ത് കാര്യം പറഞ്ഞു. അതിനെന്താ നിങ്ങളുടെ സിനിമയില്ലേ, നമുക്ക് ചെയ്യാം എന്ന് പറയുന്ന ഒറ്റ വാക്കിൽ അത് തീർന്നു. 2 ദിവസമാണ് നമ്മൾ ചോദിച്ചത്. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ലാൽ അന്ന് താടിയൊക്കെ വളർത്തി വളരെ ഈ ചികിത്സയുടെ ഭാഗമായിട്ട് വളരെ ഒരു പയസ് ലുക്കിലേക്കൊക്കെ വന്നു. ലാൽ ഭയങ്കര ശാന്തനായ ഒരാളുടെ ഒരു ലുക്കൊക്കെ വന്നു. അപ്പോൾ ഞാൻ ലാലിനടുത്ത് പറഞ്ഞു, ഇവിടുന്ന് നേരെ വന്ന് നമുക്ക് ഷൂട്ട് ചെയ്യാം, ഈ താടിയും പഠിക്കരുത്, ഇങ്ങനത്തെ കണ്ടീഷൻ തന്നെ വരാൻ പറഞ്ഞു. അങ്ങനെ തന്നെയാണ് ഷൂട്ട് ചെയ്തത്. ആ ക്യാരക്ടറിനെ ഒരുപാട് എൻഹാൻസ് ചെയ്യാനായിട്ട് ആ ഒരു ലുക്ക് അല്ലെങ്കിൽ ലാലിൻ്റെ അപ്പുറത്തെ ഒരു എന്താണ് ഒരു മുഖത്തിൻ്റെ ആ ഒരു ഭയങ്കര ഒരു പ്ലസൻറ്റ്നെസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ആ ക്യാരക്ടറിനെ വല്ലാതെ ഹെൽപ്പ് ചെയ്തു. അപ്പം ലാലിലേക്ക് എത്തി എന്നുള്ളത് നമ്മൾ തിയേറ്ററിൽ എത്തുന്നതിന് മുന്നേ ഒളിപ്പിച്ച് വെച്ചിരുന്നു. കാരണം ആ ഒരു സർപ്രൈസ് അങ്ങനെ തന്നെ കീപ്പ് ചെയ്തിരുന്നു. ആ സർപ്രൈസ് തിയേറ്ററിൽ വലിയ രീതിയിൽ സ്വീകരിക്കപ്പെടുകയും ചെയ്തു. അതിനകത്ത് ഉള്ള ഒരു രഹസ്യം എന്ന് പറയുന്നത് 2 സീനുകൾ നമ്മൾ ഡിലീറ്റ് ചെയ്തിരുന്നു. ഈ മഞ്ജുവിനെ താലി കെട്ടിയ ശേഷമുള്ള മഞ്ജുവിനെ കൺവിൻസ് ചെയ്യുന്ന ഒരു സീനുണ്ടായിരുന്നു. നമ്മൾ ലോജിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ ഇത്രയും അയാളെ സ്നേഹിച്ച ഒരാളെ പെട്ടെന്ന് മനസ്സ് മാറി വേറൊരാളെ കല്യാണം കഴിക്കുകയും അത് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നു, അതിനെക്കുറിച്ചൊരു 5-10 മിനിറ്റ് നീളമുള്ള ഒരു സീനുണ്ടായിരുന്നു. വീട്ടുകാരെല്ലാം കൂടെ മഞ്ജുവിനെ കൺവിൻസ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ വീണ്ടും മോഹൻലാൽ വരുന്ന ഒരു സീനൂടെ ഉണ്ടായിരുന്നു.
ലാലിൻ്റെ ഒരു ഒരു പ്രസൻസ് ഉള്ള ഒരു സീനുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും കൂടെ ഒരു ബെഞ്ചിലിരുന്നിട്ട്. പക്ഷേ തിയേറ്ററിലെത്തി സിയാദ് ഫസ്റ്റ് ഡേ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചു. ഞാൻ ചെന്നൈയിലാണ്. എന്നെ വിളിച്ചിട്ട് പറഞ്ഞിടോ ഇദ്ദേഹത്തിൻ്റെ തന്നെ തിയേറ്ററിൽ മൈമൂണിലത് കണ്ടിട്ട് പറയുന്നത് ഇത് ആ 2 സീനിൻ്റെ ആവശ്യമില്ല, ആൾക്കാർ ഡിസ്റ്റർബ്ഡ് ആകുന്നുണ്ട്. കാരണം ലാല് മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ അവിടെ ഇരിക്കാൻ കാരണം ഇത്രയും വലിയ ഒരു ലെങ്തി സീൻ എൻ്റെ ഇടയിൽ നിൽക്കില്ല. ഞാൻ പറഞ്ഞു നിങ്ങളുടെ തിയേറ്റർ മാത്രം ഒന്ന് കട്ട് ചെയ്ത് നോക്കൂ. കാരണം ഈ താലി കെട്ടി ബോധം കെട്ടി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഷോട്ടിൽ കാണുന്ന മഞ്ജു റെയിൽവേ സ്റ്റേഷനിൽ നല്ല ചിരിച്ച് കളിച്ച് നിൽക്കുന്നതാണ്. ആ ഒരു ജമ്പ് ഉണ്ടാവുമെന്ന് നോക്കിയപ്പോൾ ഒരു ഷോയ്ക്ക് മാത്രം അത് കട്ട് ചെയ്ത് നോക്കാം. കട്ട് ചെയ്ത് കണ്ട് അടുത്ത ഷോ കണ്ടപ്പോഴത്തേക്ക് ഒരു പ്രശ്നമില്ല, ആൾക്കാർക്ക് അത് പ്രശ്നമേ ഇല്ലാന്ന്. അങ്ങനെ ആൾക്കാർ അത് മാറ്റുകയുണ്ടായി. അത് വീണ്ടും ഈ ഒരു വേർഷനിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ശ്രമിച്ചു. പക്ഷേ അതിൻ്റെ ഒരു നല്ല ക്വാളിറ്റിയുള്ള നെഗറ്റീവ് നമുക്ക് കിട്ടാത്തത് കൊണ്ട് അത് സാധിച്ചില്ല. അല്ലെങ്കിൽ അതൊരു സർപ്രൈസ് ആയിട്ട് ഇതിലേക്ക് വന്നേനെ ഈ സിനിമയിലേക്ക്. സ്ക്രിപ്റ്റിലുള്ളത് തന്നെയാണ്, പക്ഷേ അവരൊക്കെ ഇമ്പ്രവൈസ് ചെയ്യും. ഇവരൊക്കെ ഭയങ്കര നന്നായിട്ട് അതിനെ കൂടുതൽ നന്നായിട്ട് എൻഹാൻസ് ചെയ്യുന്ന ഇതിൽ നമ്മളോട് പറയും ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് ഇതൊക്കെ ചോദിച്ചിട്ട് അവർ നന്നാക്കാൻ എല്ലാവരും അവർക്ക് കിട്ടുന്ന ഓരോ ഡയലോഗ്സിനെയും എത്രമാത്രം അത് എന്താണ് ബെറ്റർ ആക്കാൻ ശ്രമിക്കുന്നതിൽ അവരുടെയും ഒരു കോൺട്രിബ്യൂഷൻ എപ്പോഴും ഉണ്ടാവും. അതിനെ നമ്മൾ നല്ലതാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിനെ ആക്സെപ്റ്റ് ചെയ്യാറുണ്ട്. ഒരുപാടുണ്ട്, ഒരുപാട് ചെയ്യില്ല. മണി ഇവർ രണ്ടുപേരും കൂടെ ആ മണിയുടെ ഇവർ ഔട്ട് ഹൗസിലേക്ക് വിട്ട് കഴിയുമ്പോൾ മണി കിടന്ന് ഉറങ്ങുന്ന മണി ഇവരുടെ ഡ്രസ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞിട്ട് മണിയുടെ കഴുത്ത് ഇതിൻ്റെ ഇടയിൽ പെട്ടു. എഴുതിയൊക്കെ അത് മണി മനഃപൂർവ്വം ചെയ്തതാണ്. പക്ഷെ ഞാനത് ടേക്കിൽ മാത്രമാണ് കാണുന്നത്, റിഹേഴ്സലിൽ മണി അത് ചെയ്തില്ല. അങ്ങനെ ചില ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. ഈ മറ്റേ ജലന്ധറിൻ്റെ സ്പെല്ലിങ് പറയുന്നത് QR തുടങ്ങുന്നത്. ഇപ്പൊ ഈ സിനിമയിലെ വലിയൊരു പ്രത്യേകത തന്നെ എന്ന് പറയുന്നത് അതിനകത്ത് ആ ഒരു സസ്പെൻസ് ആണ്. ആരാണ് ആ കുട്ടി എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു സസ്പെൻസ് പൊളിക്കാനായിട്ട് ഇപ്പൊ ഈ പറഞ്ഞ പോലെ പഴയ സിനിമയുടെ ആ മൂഡിൽ തന്നെ ചെയ്യാൻ ഇപ്പോൾ AI സഹായമുണ്ട്, ഒത്തിരി ടെക്നോളജി വളർന്നിട്ടുണ്ട്. അപ്പൊ അത് വെച്ച് എന്തെങ്കിലും തരത്തിൽ ആ ഒരു സസ്പെൻസിന്റെ ഒരു അവസാനം അതൊന്ന് മാറി ഇപ്പം പുതുതായിട്ട് റിലീസ് ചെയ്യുമ്പോൾ അത് കാണാൻ കുറച്ചും കൂടി ഒരു ആൾക്കാർക്കൊരു ആകാംക്ഷ ജനിക്കാനായിട്ടും ഒന്ന് ശ്രമിച്ചുകൂടായിരുന്നു. ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് റിസർച്ച് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. ആ പൂച്ച പിടിച്ചിരിക്കുന്ന കുട്ടിയുടെ കയ്യിൽ വിരലിലെ ക്യൂടെക്സ് ഒക്കെ വെച്ചിട്ട് ആൾക്കാർ പലരിലേക്ക് എത്തുന്നുണ്ട്. പക്ഷേ ആ സിനിമയിൽ തന്നെ 2 പേരിലേക്ക് അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മയൂരിയിലും സംഗീത രസിക എന്ന് പറയുന്നത് അവരിലേക്ക് അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ഞാൻ പറയുന്ന പോലെ ഒരുപാട് സ്ഥലങ്ങളിൽ എനിക്ക് നേരിടേണ്ടി വരുന്ന ചോദ്യവും അതാണ്. അത് ആ ഒരു സസ്പെൻസ് അങ്ങനെ നിലനിൽക്കട്ടെ എന്നാണ് രഞ്ജിത്ത് പറയുന്നത്. ഇനിയും സമയമുണ്ടല്ലോ എന്നാണ് പറയുന്നത്. ദിവസം 2-3 ദിവസം ഷൂട്ട് ചെയ്തു. ഒരുപാട് ലൊക്കേഷനിൽ ആ പാട്ടും ഒരുപാട് ലൊക്കേഷനുകളിൽ അത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അല്ല അധികം ടേക്ക് ഇവരൊക്കെ വെച്ച് ചെയ്യുമ്പോൾ എന്തിനാണ് അധികം ടേക്ക്? അല്ല ഇത് നമ്മൾ റിഹേഴ്സൽസ് ഒക്കെ ചെയ്യുമ്പോൾ അത് കഴിഞ്ഞൊക്കെ ചെയ്യാണ്. മഞ്ജു ഒരു മരത്തിൻ്റെ മുകളിൽ കയറി ഒരു സപ്പോർട്ടും ഇല്ലാതെ ഇരിക്കുന്നുണ്ട്. അവിടെ ഇരുന്ന് ആടിപ്പാടുന്നുണ്ട്. പിന്നെ ഒരു തടിയുടെ മുകളിൽ കൂടെ നടക്കുന്നുണ്ട്. ഒരു വീട് നടക്കുന്ന ഒരു തടിയുടെ മുകളിൽ കൂടെ നടക്കുന്നുണ്ട്. അന്നൊന്നും ഈ പറയുന്ന പോലെ ബുദ്ധി കുറവായതുകൊണ്ട് പേടിയില്ലല്ലോ. എല്ലാം ഊട്ടിയിലാണ്. എല്ലാം ഞങ്ങൾ ഊട്ടിയിലെ അതിൻ്റെ ഒരു മേജർ പോർഷൻ ഷൂട്ട് ചെയ്തത്. ആ ഫാമിൻ്റെ പോർഷൻ മാത്രമാണ് നമ്മൾ മൂന്നാറിലെ മാട്ടുപ്പെട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് ചെയ്തത്. അവിടെ ഫാം നമുക്ക് കിട്ടിയില്ല. പക്ഷെ അവിടെ വെച്ചിട്ടാണ് ആ കുതിരപ്പുറത്തിരിക്കുന്ന മഞ്ജു അവിടെ വരുന്ന ഈ തൊപ്പിയൊക്കെ പൊക്കുന്ന ആ പാട്ടിൽ ഒരു രാത്രി കൂടി പാട്ട് പൂർണ്ണമായിട്ടും അവിടെ തന്നെയാണ് ഷൂട്ട് ചെയ്തത്. ഇല്ല, അതിന് ക്വാളിറ്റി ഇല്ല. നമ്മൾ ഒരുപാട് അന്വേഷിച്ചു. നമുക്ക് കിട്ടിയതിനകത്ത് നെഗറ്റീവൊക്കെ വളരെ ഡാമേജ്ഡായി. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതിനകത്ത് നമ്മൾ കൊണ്ടുവന്നില്ല. കാരണം ലാലുള്ള ഒരു സീൻ വീണ്ടും വരിക എന്ന് പറയുന്നത് വളരെ ഒരു ആൾക്കാർക്ക് കാണാൻ താല്പര്യമുള്ളതാണല്ലോ. ഇതിനകത്ത് ഇല്ലാതെ പോയ കുറേ ആൾക്കാരാണ് നമ്മളെ ഇപ്പം ഗിരീഷ്, അതുപോലെ അഗസ്റ്റിൻ
അഗസ്റ്റിൻ ഒരു സീനിലാണെങ്കിൽ പോലും അഗസ്റ്റിൻ ഉണ്ടായിരുന്നു, സുമാരി ചേച്ചി, മണി, അങ്ങനെ ഒരുപാട് പേര് നമുക്കിപ്പോൾ ഇല്ലാതെ ഒരു ഈ റിലീസ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ഈ വേദിയിൽ ഉണ്ടാകാൻ വേണ്ടിയിരുന്ന ആൾക്കാരൊക്കെയാണ് അവരൊക്കെ. ഒരു 27 വർഷത്തിൻ്റെ ഒരു നൊസ്റ്റാൾജിയ ഇന്നും ഒരുപക്ഷെ അതിനുശേഷം ജനിച്ച തലമുറകളും ഈ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. കാരണം നമ്മൾ പലപ്പോഴും ഈ ക്യാമ്പസിൽ പോയി കിട്ടുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്നവർ അവർ 27 വയസ്സിനകത്ത് പ്രായം കുറഞ്ഞാണല്ലോ, 20ഉം 22ഉം അല്ലെങ്കിൽ 17ഉം 18ഉം വയസ്സുള്ള കുട്ടികളാണ് ആ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ അവർ ഈ സിനിമ എത്രമാത്രം മറ്റ് യൂട്യൂബിലൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരിലെല്ലാം ആ ക്യൂരിയോസിറ്റി നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ റീ റിലീസിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ കാര്യം. ഇവിടെ പടത്തിലെ ലൊക്കേഷനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിന് മുൻപ് ഇറങ്ങിയ മലയാള സിനിമയിലോ അല്ലെങ്കിൽ അതിനുശേഷം അത്തരത്തിൽ വിഷ്വൽ ബ്യൂട്ടി തരുന്ന ലൊക്കേഷൻ കാണിക്കുന്ന സിനിമകൾ അധികം വന്നിട്ടില്ല. ഇപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരുടെയും കൂട്ടുകെട്ടിലുള്ള ദേവദൂതൻ പോലുള്ള സിനിമകളിലൊക്കെയാണ് നമുക്ക് അത്തരത്തിൽ വിഷ്വലി നമുക്ക് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നുന്ന സിനിമകൾ വന്നിട്ടുള്ളത്. അപ്പം ഈ ഒരു പടത്തിന്റെ ലൊക്കേഷൻ കണ്ടെത്താൻ അതിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത്? ഇത് ഊട്ടിയിൽ തന്നെയാണ്. ഊട്ടിയിൽ സാധാരണ എല്ലാവരും ഷൂട്ട് ചെയ്യുന്ന സ്ഥലങ്ങളാണ്. അതായത് വ്യത്യസ്തമായിട്ട് തോന്നിച്ചതിൻ്റെ കാരണത്തിൽ ഒരാൾ ഇവിടെ ഇരിപ്പുണ്ട്, സഞ്ജീവ് ശങ്കർ. സഞ്ജീവ് ശങ്കറാണ് അതിൻ്റെ ഫോട്ടോഗ്രാഫി. അതിനെ എങ്ങനെ വ്യത്യസ്തമാക്കാം, നമ്മളൊരു ലൊക്കേഷൻ കാണുകയും നമ്മളിവിടെ ഷൂട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുകയും ചെയ്യും. പക്ഷേ അതിന് വിഷ്വലി നമ്മളതിനെ മുമ്പ് കണ്ട കാഴ്ചകളിൽ നിന്ന് മാറ്റി കാണിക്കാൻ ഇത്തരത്തിലുള്ള ടെക്നീഷ്യന്മാരുണ്ട്. സഞ്ജീവുണ്ട്, അതിൻ്റെ ആർട്ട് ഡയറക്ടറുണ്ട്, ബോബനായിരുന്നു. കോസ്റ്റ്യൂം മഞ്ജു ഇട്ടിരിക്കുന്ന കോസ്റ്റ്യൂംസൊക്കെ ഇപ്പോഴും അപ്ഡേറ്റഡ് ആണ്. അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആണ്. അതിനൊന്നും ഇപ്പോൾ കണ്ടാൽ അത് പഴയ കാലത്ത് ഒന്നും തോന്നുന്നില്ല. ഇത് തന്നെയാണ് ദേവദൂതനും സംഭവിച്ചത്. ദേവദൂതനും കോസ്റ്റ്യൂംസ് എല്ലാം ഇന്നും ഒരു കണ്ടംപററി ആയിട്ടുള്ള കോസ്റ്റ്യൂംസ് പോലെ തന്നെ. അത് സതീഷാണ് അത് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു പഴയ സിനിമ കാണുകയാണെന്നുള്ളൊരു ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല. നിങ്ങൾ ഈ അടുത്ത കാലത്ത് ഷൂട്ട് ചെയ്ത് ഇറങ്ങാൻ പോകുന്ന സിനിമ മഞ്ജുവിനെ നേരിൽ കാണുന്നവർക്കറിയാം, അതേ മഞ്ജു ആണല്ലോ ഇതെന്ന് തോന്നിക്കുന്ന രീതിയിൽ എവർ ക്ലീൻ ആയിട്ട് കളിക്കാൻ. സാർ, ഇപ്പം ഗിരീഷ് പുത്തഞ്ചേരി എന്ന് പറഞ്ഞ ഒരു എഴുത്തുകാരനെ ഇപ്പോഴും മലയാളികൾ ഓർത്തിരിക്കാൻ ഒരുപാട് പാട്ടുകളുണ്ടായാലും സമ്മറിൻ ബദലയം എന്ന സിനിമ അതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹം ഈ സിനിമയ്ക്ക് കൂടെ തന്നിട്ടുള്ള കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ സിനിമ ചെയ്യുമ്പോഴാണെങ്കിലും അദ്ദേഹം എത്രത്തോളം ഇൻവോൾവ് ആയിരുന്നു, അതിനെ പറ്റിയാണ്. ഇതിൻ്റെ അകത്ത് ആദ്യത്തെ 2-3 പാട്ടുകൾ നമ്മൾ നേരത്തെ റെക്കോർഡ് ചെയ്തിരുന്നു. 2 പാട്ടുകൾ ലൊക്കേഷനിൽ വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ക്രിപ്റ്റ് എഴുതി വന്നപ്പോൾ ഉണ്ടായ സിറ്റുവേഷനാണ്. ഒന്ന് മറ്റേ കൺഫ്യൂഷൻ തീർക്കണ പാട്ടും, ഒന്ന് സമ്മറിൻ ബദലയം എന്ന് പറയുന്ന പാട്ടും ക്ലൈമാക്സിൽ വരുന്നത്. ഇത് രണ്ടും ഷൂട്ടിംഗ് സമയത്ത് ഉണ്ടായി വന്ന സിറ്റുവേഷൻസാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഷൂട്ടിംഗ് നടക്കുന്നിടത്തു നിന്ന് ചെന്നൈയിലേക്ക് വിദ്യാസാഗറിനെ വിളിച്ച് സിറ്റുവേഷൻസ് പറയുകയും ഗിരീഷ് പുത്തഞ്ചേരി അങ്ങോട്ടേക്ക് അയക്കുകയും അവരവിടെ ഇരുന്ന് കമ്പോസ് ചെയ്തിട്ട് നമ്മളെ ഫോണിൽ കേൾപ്പിച്ചിട്ട് നമ്മൾ ഓക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അത് എഴുതി റെക്കോർഡ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഈ കൺഫ്യൂഷൻ തീർക്കണമെന്ന പാട്ടിനെ പറ്റി പറയുന്നത് എന്ത് എഴുതുമെന്നുള്ളൊരു കൺഫ്യൂഷൻ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ വിദ്യാസാഗർ പറഞ്ഞു, എന്നാൽ പിന്നെ അത് അവിടെ നിന്ന് തന്നെ തുടങ്ങാം, കൺഫ്യൂഷൻ തന്നെ ആയിക്കോട്ടെ എന്നൊരു തുടക്കം. അങ്ങനെയാണ് കൺഫ്യൂഷൻ തീർക്കണമെന്നുള്ളത് പാട്ടിൽ ആ വരി വെച്ച് തുടങ്ങുന്നത്. അപ്പോൾ ഇത്രമാത്രം ഭാഷയുടെ മേൽ ഇത്രമാത്രം സ്വാധീനമുള്ള അക്ഷരങ്ങളെ ഗിരീഷ് എപ്പോഴും പറയും, അക്ഷരം എഴുതുന്ന കൈകളാണ് എന്ന് പറയും. അത്രമാത്രം എഴുത്തിൻ്റെ മേൽ അത്രമാത്രം ഒരു കൺട്രോളുള്ളൊരു റൈറ്ററായിരുന്നു. എത്ര പെട്ടെന്നാണ് ഇപ്പോൾ കണ്ണാടിക്കൂടുമൊക്കെ അതിന് മുമ്പത്തെ എൻ്റെ സിനിമയിലെ ഒരു നിമിഷം ആ ട്യൂണിട്ട് മാറി വിദ്യാസാഗർ ഹാർമോണിയം ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആദ്യത്തെ കണ്ണാടിക്കൂടും കുട്ടികൾ വരി എഴുതി തരികയാണ് ചെയ്യുന്നത്. അത്ര സ്പോണ്ടേനിയസ് ആയിട്ട് എഴുതാൻ കഴിവുള്ളൊരു വലിയ എഴുത്തുകാരനായിരുന്നു. അദ്ദേഹത്തെ നമ്മൾ തീർച്ചയായിട്ടും ഇപ്പോഴും മിസ് ചെയ്യുന്നു. മഞ്ജു ചേച്ചി ഇപ്പം നേരത്തെ പറഞ്ഞു ഒരുപാട് ലേയേഴ്സ് ഉള്ള ഒരു ക്യാരക്ടറാണ്, അതും ആ ഒരു ഏജിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഒപ്പം അഭിനയിച്ചവരെല്ലാം ലെജൻഡറി ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ്. അപ്പോൾ അവരെത്രത്തോളം മഞ്ജു ചേച്ചിയെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ആ ഒരു ടൈമിൽ? ഈ പടം ചെയ്യാനാണെങ്കിലും ഈ പറയുന്ന പോലെ അഭിനയത്തിലാണെങ്കിലും ഒരുപാട് ലേയേഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കംഫർട്ടബിൾ ആക്കിയിട്ടുണ്ട്. അതല്ലാതെ അങ്ങനെ ഒരു ഇൻഫ്ലുവൻസ് മനസ്സിലാക്കാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അങ്ങനെയുള്ളൊരു ഭയങ്കര അറിഞ്ഞ് ആലോചിച്ച് അങ്ങനെ അഭിനയിക്കുന്ന ഇന്നും അങ്ങനെയാണ്, ഭയങ്കരമായിട്ട് അറിഞ്ഞ് ആലോചിച്ച് അഭിനയിക്കുകയാണെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷെ അന്ന് അത്രയും പോലും എനിക്ക് ശ്രദ്ധയുണ്ടായിരുന്നില്ല എന്ന് വേണം എനിക്ക് ഇപ്പം ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്. അറിഞ്ഞോ അറിയാതെയോ തീർച്ചയായിട്ടും നമുക്ക് ഓപ്പോസിറ്റിൽ നിന്ന് അഭിനയിക്കുന്ന ആളുടെ ഒരു എക്സ്പ്രഷൻ നമ്മൾ അറിയാതെ റിയാക്ട് ചെയ്ത് പോകുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ടാവാം.
നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. പിന്നെ അത് മാത്രമല്ല, ഞാൻ അഭിനയിച്ച ഒരു സിനിമ ഇരുന്ന് കാണുക എന്ന് പറയുന്നത് എനിക്ക് വലിയൊരു ചമ്മലുള്ള കാര്യമാണ്. അപ്പൊ അത് കാരണം ഞാനങ്ങനെ എൻ്റെ ഒരു സിനിമ റിലീസ് ചെയ്ത് കാണാൻ ആഗ്രഹിക്കാറൊന്നുമില്ല. മലയാളികൾ ഏറ്റവും കൂടുതൽ കരയിച്ച ഡയറക്ടറാണ് സിബി സാറ്. അപ്പോൾ ആ സാറിന്റെ പടത്തിൽ അഭിനയിച്ച് വന്നപ്പോൾ ഇമോഷണലി എന്തൊരു പ്രിപ്പയർ ആയിരുന്നു. കാരണം മഞ്ജുചേച്ചിയുടെ ഇൻട്രോ തന്നെ ഭയങ്കര ഡൗൺ ആണ്. പിന്നെ നിരഞ്ജന്റെ എൻട്രി അവിടെ ചേച്ചി പിന്നെയും ഇമോഷണലി ആവും. അപ്പോൾ അതിനെന്തോ ഒരു പ്രിപ്പറേഷൻ ഒന്നും ചെയ്തിട്ടില്ല. അതൊക്കെ പൂർണ്ണമായിട്ടും ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള വളരെ ക്ലിയർ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ തരാൻ സിബി സാറും ഉണ്ട്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാൻ രഞ്ജേട്ടനും ഉണ്ട്. അപ്പൊ പിന്നെ അങ്ങനെ ഞാൻ പ്രിപ്പയർ ചെയ്ത് അതിപ്പോഴും ചെയ്യാറില്ല. പ്രിപ്പയർ ചെയ്ത് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. എല്ലാവരും സിബി സാറിനോടും മഞ്ജു ചേച്ചിനോടാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചത്. അപ്പം നമ്മുടെ 5 കസിൻസിലെ 3 കസിൻസ് ഉണ്ടല്ലോ. അപ്പം നിങ്ങൾ 3 പേരും എങ്ങനെയാണ് ഈ ഒരു ഹാപ്പി ആയിട്ടുള്ള ഈ ഒരു മോസ്റ്റ് സെലിബ്രേറ്റഡ് വെക്കേഷൻ മൂവി ഓഫ് മലയാളം സിനിമ എന്ന് തന്നെ പറയാം, ഈ സിനിമയുടെ ഭാഗമായത് എങ്ങനെയാണെന്നൊന്ന് പറയാമോ? അന്ന് തീരെ ചെറുതായിരുന്നു, ഓർക്കുന്നില്ല എന്താന്ന്. സിബി സാറിന് പറയാൻ സാധിക്കുമായിരിക്കും അവരെങ്ങനെയാണ് ഭാഗമായത്. മൂവി ടൈം ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു വെക്കേഷൻ ടൈമിൽ തന്നെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഇപ്പം ആ ഒരു ചെറിയ വയസ്സിലായതുകൊണ്ട് ആ മെമ്മറിയിൽ പറയാനുള്ളത് ഫുൾ ഞങ്ങൾക്ക് ടൈം പോയത് എങ്ങനെയാണെന്ന് അറിയില്ല. അത്രയും ഫുൾ ജോളി മോഡ് പെട്ടെന്നായിരുന്നു. എല്ലാം ഭയങ്കര സ്പോണ്ടേനിയസ് ആയിരുന്നു. ഫൺ ഫിൽഡാണ്. അവിടെ ചിരിയും കളിയും തമാശകളും മാത്രമാണ്. പിന്നെ എല്ലാം നല്ല മെമ്മറീസ് ആയിരുന്നു അവിടെ ഉള്ളത്. പിന്നെ മണിച്ചേട്ടനെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. മണിച്ചേട്ടനും കുട്ടികളുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് ഉണ്ടായിരുന്നു. അത് നല്ലൊരു ഓർമ്മയായിരുന്നു. അങ്ങനെ ഓൾറൈറ്റ്. ഞങ്ങളുടെ എക്സാം കഴിഞ്ഞിട്ട് 1 വീക്ക് കഴിഞ്ഞപ്പോഴായിരുന്നു എന്നെ ഈ മൂവിയിലേക്ക് വിളിച്ചത്. അതായത് ഇന്ന് നൈറ്റ് ഒരു 7 o'clock വിളിച്ചിട്ട് പറയുകയാണ്, ഒരു ഷൂട്ടുണ്ട്, ഊട്ടിയാണ്, കയ്യിലുള്ള ഡ്രസ്സൊക്കെ എടുത്ത് ഒരു 50 ദിവസത്തേക്ക് പോരെ, കാറ് വിളിച്ച് പോരെ എന്നാ പറഞ്ഞ്. അപ്പോൾ ഏത് മൂവിയാണെന്നോ ഒന്നും അവിടെ ചോദിക്കാനൊന്നുമില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കാര്യം എക്സാം കഴിഞ്ഞു 1 വീക്ക് ആയുള്ളൂ. എൻ്റെ വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂള് പൂട്ടിക്കഴിഞ്ഞാൽ അടുത്തുള്ള കുട്ടികളായിട്ട് കളിക്കുക, ഇതൊക്കെയല്ലേ. അപ്പോൾ ഷൂട്ടിന് പോയി കഴിഞ്ഞാൽ ഇത് ഇനി നടക്കൂലല്ലോ. പക്ഷെ ഇത് ഇത്രയും വലിയൊരു എക്സ്കർഷൻ മോഡിലേക്കാണ് പോണേന്ന് അപ്പം അറിയത്തില്ലായിരുന്നു. അപ്പം അങ്ങനെ പോയി ഏർലി മോർണിംഗ് എത്തി ഊട്ടിയിൽ. താഴെ ലോഞ്ചിൽ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ഓരോ കുട്ടികളും അവരുടെ പാരൻസായിട്ട് ഇങ്ങനെ വരിക. അപ്പോൾ ഓർത്തു, സെലക്ഷൻ ഉണ്ട്, സെലക്ഷൻ കഴിഞ്ഞാലേ ചിലപ്പോൾ കിട്ടുള്ളൂ, അപ്പോൾ വീട്ടിൽ പോവാം എന്നുള്ള ഒരു ഇതിൽ നിൽക്കാം. ചിലപ്പോൾ എനിക്ക് കിട്ടത്തില്ല. കാര്യം അൻസുവും കൃഷ്ണയൊക്കെ ഭയങ്കര ഓവർ സ്മാർട്ടായിരുന്നു. ഞാൻ ഇച്ചിരി എന്താ പറയുക, ഈ സങ്കടം ഉള്ളത് കൊണ്ട് ഇച്ചിരി ഷൈ ആയിരുന്നു. അപ്പോൾ ഓരോരുത്തർ വന്നു. അങ്ങനെ 4 പേര് വന്നു കഴിഞ്ഞപ്പോഴേക്കും കുട്ടികളുടെ ഗ്യാങ് കഴിഞ്ഞു. പിന്നെ ഉള്ളത് സുജിത ചേച്ചിയും ധന്യ ചേച്ചിയാണ് തന്നെ. അപ്പോൾ എന്താ വലിയ കുട്ടികളും ഉണ്ടോ, ഇതെന്താ സംഭവം അറിയില്ല. സിബി സാറിൻ്റെ പടമാണെന്നോ മഞ്ജു ചേച്ചി ഉണ്ടെന്നോ ആരും ഒന്നും അറിയത്തില്ല. അപ്പം അങ്ങനെ നിന്നു. ടെമ്പോ ട്രാവലറിലേക്ക് കയറിക്കോളാൻ രഞ്ജിത്തേട്ടൻ പറഞ്ഞു. അപ്പോൾ എന്താ പറയുക, എല്ലാവരും ബാലൻസ് ആയിട്ടല്ലേ വന്നേക്കുന്നത്. ഒരു ടെമ്പോ ട്രാവലറിനുള്ള ആളുണ്ട്. ഞങ്ങളങ്ങനെ കയറി കുറേ പോയി, കുറേ ട്രാവൽ ചെയ്തിട്ടാണ് ആ ബംഗ്ലാവിൽ എത്തുന്നത്. അവിടെ ചെന്നപ്പോഴേക്കും ഷൂട്ട് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തരായിട്ട് ഇറങ്ങുകയാണ്. സിബി സാറും രഞ്ജിത്തേട്ടനൊക്കെ ഇങ്ങനെ ചെയറിലിരിക്കുക. ഞങ്ങളോട് പറഞ്ഞു ഹൈറ്റ് ഓർഡറിൽ ഒന്ന് നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ അപ്പോഴും സെലക്ഷനാണ് ഈ നടക്കുന്നത്, എനിക്ക് വീട്ടിൽ പോവാം എന്നുള്ള രീതിയിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഹൈറ്റ് ഓർഡറിൽ നിന്നു. അൻസു, നിവേദിത, കൃഷ്ണ, കൃപ, പിന്നെയാണ് ഞാൻ. അപ്പം ഞാൻ അപ്പോഴും വീട്ടിൽ പോവാം, പെട്ടിയൊന്നും പൊട്ടിക്കണ്ട എന്നുള്ള രീതിയിൽ, ഫുഡ് കഴിക്കുക, പോവുക, എറണാകുളം എങ്ങനെയെങ്കിലും എത്തുക എന്നുള്ള രീതിയിൽ. സത്യം സാർ അങ്ങനെയായിരുന്നു അപ്പോഴത്തെ മൈൻഡ്. അത് കഴിഞ്ഞപ്പോഴേക്കും സതീശൻ ചേട്ടനെ വിളിച്ചു, കോസ്റ്റ്യൂം കൊടുക്കാൻ പറഞ്ഞു. കോസ്റ്റ്യൂം ഇട്ടു. പിന്നെ അഭിനയം അല്ലല്ലോ അതിൽ നടന്നത്, ഫുൾ കളികളല്ലേ. പിന്നെ അതിലേക്ക് ആയി. പിന്നെ പോവാനായിരുന്നു സങ്കടം. തിരിച്ചും ഇതേപോലെ ടെമ്പോ ട്രാവലറിലാണ് ഞങ്ങളെ പാക്കപ്പ് ചെയ്തത് അവിടുന്ന്. അപ്പോഴും വീട്ടിലേക്കാണെന്നുള്ള അത് അപ്പോഴും അറിയില്ല. പോന്നു.
തൃശ്ശൂർ എത്തിയപ്പോഴേക്കും കൃപ ഇറങ്ങി. അങ്ങനെ ഓരോരുത്തരും ഓരോ സ്പോട്ടിൽ ഇറങ്ങിയപ്പോൾ ശരിക്കും ഭയങ്കര വിഷമമായിരുന്നു. പിന്നെന്താണെന്ന് വെച്ചാൽ 1 വീക്ക് കഴിഞ്ഞാൽ സ്കൂൾ തുറക്കുക, ജൂണായി. അപ്പൊ ഇനി അതായത് അവിടെ നിന്ന് പോരാനേ തോന്നുന്നുണ്ടായില്ല. ചേച്ചിമാരൊക്കെ ലാസ്റ്റാണ് പോയത്. ഞങ്ങളെയാണ് ആദ്യം പാക്കപ്പ് ചെയ്തത്. കാര്യം ഞങ്ങളായിരുന്നല്ലോ ബഹളം ഉണ്ടാക്കുന്ന ടീംസ്. അപ്പൊ ഞങ്ങളെ ആദ്യം സാറ് പാക്കപ്പ് ചെയ്തു. അപ്പോൾ ഇപ്പോഴും പറയുകയാണ് ശരിക്കും എൻജോയ് ചെയ്ത മൂവിയാണ്. ഇനിയും അതേപോലെ ഒരു മൂവി വന്നാൽ അതേ ക്യാരക്ടറിൽ ചെയ്യാൻ ഇപ്പോഴും താല്പര്യമുണ്ട്. താങ്ക് യു. Thank you so much. Sir, anything else to add? എങ്ങനെ റിയൽ ലൈഫിൽ അങ്ങനെയോ? ഇല്ല അല്ല, കസിൻസ് ഉണ്ട്, പക്ഷെ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. Okay. So I think with that we can wind up നമ്മുടെ press meet session. Thank you so much. നമ്മുടെ